ഡാ എസ് എമ്മിനെ പാട്ട് പാടുന്ന പാട്ടൊക്കെ നീ കേൾക്കാറുള്ളതല്ലേ? അതേപ്പറ്റി എന്താ നിന്റെ അഭിപ്രായം? എന്ത് പറയാനാ, നീ പൊളിയല്ലേ. അതല്ലേ ഞാനപ്പം തന്നെ കേട്ട് ലൈക്കും കമൻറ്റും തരുന്നത്. എനിക്ക് നിൻ്റെ പാട്ടിഷ്ടം. പിന്നെ നിൻ്റെ റീൽസ് വീഡിയോ കാണുമ്പോൾ മൊബൈലിൽ നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. ആകാശത്തിലെത്തിക്കുമല്ലോ. ഇഷ്ടമല്ലേ? ഒത്തുടങ്ങി. ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടത് നിൻ്റെ പാട്ടിനെയാണ്. പിന്നെ എപ്പോഴോ ആ ഇഷ്ടം വൈമാറി പ്രണയത്തിലെത്തിപ്പെട്ടു. അതെനിക്കറിയാം. ഞാൻ പാടി കുളമാക്കണ്ടെന്ന് കരുതിയിട്ടാ. എൻ്റെ പാട്ട് ചിലത് ശരിയാകും, ചിലത് ശരിയാകൂല. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ അധികം പാടാത്തേ. ഓ, നീ പിന്നെ ഡബിൻ്റെ ആളല്ലേ? എൻ്റെ മനസ്സ് നിന്നോടുള്ള പ്രണയം പോവിട്ടത് തന്നെ. നീ ചെയ്യുന്ന ഓരോ ഡബും എൻ്റെ മനസ്സിനെ സ്പർശിച്ചതുകൊണ്ടോ? എന്താണ് ആളിപ്പം നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ. ഞാൻ യൂട്യൂബിൽ പിച്ച വെച്ചത് തന്നെ ഡബ്ബിങ്ങിലൂടെ ആയിരുന്നല്ലോ. ഡബ്ബിനോടുള്ള ആ ഇഷ്ടം ഇന്നും അങ്ങനെ തന്നെ മനസ്സിൽ കിടപ്പുണ്ട്. അല്ല, നിൻ്റെ മൊബൈൽ എവിടെ പോയി? അത് ഇന്നലെ ഫ്രണ്ട്സായി ബീച്ചിൽ പോയായിരുന്നു. ഞങ്ങളപ്പം മൊബൈൽ കുറേ സെൽഫി എടുത്തു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് വെള്ളത്തിൽ പോയി. എന്നെ കൂട്ടാതെ ബീച്ചിൽ പോയിട്ടാ? അല്ല, നീ കുളത്തിലൊക്കെ നീന്താറുള്ളതല്ലേ, മുങ്ങി എടുക്കായിരുന്നില്ലേ? ഞാൻ വെള്ളത്തിലിറങ്ങി ഒരു കണക്കിന് ഫോൺ തപ്പിയെടുത്തു. പക്ഷെ ഫോൺ എൻ്റെ ഡിസ്പ്ലേ വെള്ളം കയറി. ഇപ്പം അത് കടയിൽ കൊടുത്തിരിക്കുക. 3 ദിവസം എടുക്കും. അയ്യോ, കഷ്ടമല്ലോ. യൂട്യൂബിൽ ദിവസം 4 നേരം വെച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയുമൊക്കെ സോങ് ഇൻവിറ്റിടുന്ന ആളല്ലേ. ഇനി എന്ത് ചെയ്യും? അതെ, എനിക്ക് മനസ്സിലായിട്ടാ നീ എന്നെ കളിയാക്കുന്നതാണെന്ന് തോന്നിയോ? അതല്ല സങ്കടം. നിന്നോട് മിണ്ടാൻ പറ്റില്ലല്ലോ, അതടുത്ത സങ്കടം. മുത്തേ, നീ ഒന്ന് ക്ഷമിക്കടോ. ആലോചിക്കുമ്പോൾ എനിക്കും സങ്കടമാവുക. ഇനിയിപ്പോൾ 3 ദിവസം കഴിഞ്ഞാലല്ലേ യൂട്യൂബിൽ നിൻ്റെ പുതിയ പാട്ടുകൾ കേൾക്കാൻ പറ്റുമോ? അസാരമില്ലാത്ത തൽക്കാലം വീഡിയോ പാട്ട് കേട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നിന്റെ റീഡിനെ തല്ലിപ്പൊട്ടിക്കും. പോടവിടെന്ന്. കുറച്ച് നേരം എനിക്കിട്ട് നീ നന്നായി താങ്ങുന്നു. ശരി, ഞാൻ പോവാം. മൊബൈൽ ശരിയാക്കിയിട്ട് വിളിക്കാട്ടോ. ഓക്കെ ഡി, ബൈ. See you.